ചേന്നരയിലെ ഒരു സുഹൃത്ത്, ചേന്നരക്കാരുണ്ടാവും ഇവിടെ, അദ്ദേഹത്തിന് ജീവിതത്തിലുണ്ടായ ഒരു മാറ്റത്തിന് സാധ്യത നൽകിയിട്ടുള്ള അല്ലെങ്കിൽ മാറ്റമുണ്ടാകാൻ കാരണമായിട്ടുള്ള വചനം ഏതാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ് 36:12 36-ാം അധ്യായം സൂറത്തു യാസീനിലെ 12-ാമത്തെ വചനം. ആ വചനമാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. 7 മുബീനുകളാണ് യാസീനിലുള്ളത്. ഓതിപ്പോരുമ്പോൾ നിർത്താൻ പറഞ്ഞാൽ നിർത്താതെ മുബീനെത്തട്ടെ എന്ന് പറയുന്നതിലപ്പുറം ഈ മുബീനുകൾ നിർത്താനുള്ള സ്റ്റോപ്പുകളല്ല, നിർത്താനുള്ള അടയാളങ്ങളല്ല. അതിലപ്പുറം ഓരോ മുബീനിന്റെ മുമ്പിലും ചേർത്ത് പറഞ്ഞിട്ടുള്ള ഗൗരവമുള്ള വിഷയം എന്താണെന്ന് പഠിക്കുകയും അതിലൂടെ ആസ്വാദനം കണ്ടെത്തുകയും ആസ്വദിക്കുകയും സുഖമനുഭവിക്കുകയും ചെയ്യുക എന്നതാണ് വിഷയത്തിന്റെ മർമ്മം. യാസീൻ ഖൽബുൽ ഖുർആൻ ആകുന്നത് അപ്പോഴാ, നമ്മുടെ കൽബിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് അത് ഖൽബുൽ ഖുർആൻ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഖൽബാക്കാൻ മാത്രം ശക്തമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നു. ആ 1-ാമത്തെ മുബീനിൽ വന്നിട്ടുള്ള വിഷയം അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു, അദ്ദേഹത്തെ പരിവർത്തിപ്പിച്ചു. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, മരണത്തിന് ശേഷം ഒരു പുനർജന്മമുണ്ട്, നാം ജീവിപ്പിക്കും. എന്നിട്ട് പറയാ അല്ലാഹു, വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും, നാം എഴുതി വെക്കുന്നുണ്ട് മാ ഖദ്ദമൂ വആസാറഹും, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടായ അനന്തരഫലങ്ങളും ശേഷിപ്പുകളുമെല്ലാം, മാ ഖദ്ദമൂ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ, വആസാറഹും അതിൽ നിന്നുണ്ടായ ശേഷിപ്പുകളുമെല്ലാം, അല്ലെങ്കിൽ അത് കണ്ട് മറ്റൊരാൾ അത് ശീലിച്ചതുപോലെ ചെയ്തു നടന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ശേഷിപ്പുകളായി എന്തെല്ലാം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നോ അതിൻ്റെയൊക്കെ പ്രതിഫലം കിട്ടുന്ന വിധത്തിൽ അതിനെയൊക്കെ നാം രേഖപ്പെടുത്തുന്നു. വകുല്ല ശൈഇൻ അഹ്സൈനാ, അവയെല്ലാം നാം രേഖപ്പെടുത്തുന്നുണ്ട്. ഫീ ഇമാമിൻ മുബീൻ, സ്പഷ്ടമായ രേഖയിൽ. ഈ വചനം അദ്ദേഹത്തെ സ്വാധീനിച്ചു. ഇന്ന് അദ്ദേഹം ജോലി ചെയ്യുന്ന ജോലി തിരക്കുകൾക്കിടയിലുള്ള സമയത്തെ ക്രമീകരിച്ചിട്ട് മദ്രസയിലും അല്ലാതെ മുതിർന്ന ആളുകൾക്കും ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ തജ്വീദ് പഠിപ്പിക്കുന്നു, വിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം ഇംഗ്ലീഷ് ക്ലാസ് എടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഉന്നത ജോലിയുള്ള ആളാണ്, തിരക്ക് പിടിച്ച ജോലിയുള്ള ആളാണ്. യാത്രക്കിടയിൽ, അബുദാബി ദുബായ് യാത്രക്കിടയിലാണ് അദ്ദേഹം ഹിഫ്ള് ചെയ്യുന്നത്. ഏറെക്കുറെ ഭാഗം ഹിഫ്ള് ചെയ്തു കഴിഞ്ഞു. എന്തേ സ്വാധീനിച്ചത്? 36-ാം അധ്യായം 12-ാം സൂക്തം. ഞാൻ ആ സുഹൃത്തിനെ പരിചയപ്പെടുത്താനല്ല, ആരുടേതും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മെ സ്വാധീനിച്ച ഒരു വചനം ഏതാണെന്ന് ഇന്ന് എഴുതാൻ പറഞ്ഞാൽ, എന്നെ സ്വാധീനിച്ച ഒരു വചനം ഇന്ന് നമ്മൾ വീട്ടിലെത്തിയിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ ഒരു പുസ്തകമെടുത്തിട്ട് ഡയറി എടുത്തിട്ട് അതിനകത്ത് എന്നെ സ്വാധീനിച്ച ആയത്തുകൾ, സാമ്പത്തിക വിഷയത്തിൽ എന്നെ സ്വാധീനിച്ച ആയത്തുകൾ, കുടുംബ വിഷയത്തിൽ എന്നെ സ്വാധീനിച്ച ആയത്തുകൾ, സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, ജീവിക്കണം, സ്വഭാവം, ആരാധന, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നെ സ്വാധീനിച്ച വചനം എന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ ഏതെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടാവോ? ഇല്ലെങ്കിൽ നമ്മെ സ്വാധീനിച്ചിട്ടില്ലേ ഒന്നും. ഇന്നയാളുടെ പ്രഭാഷണമല്ല, ഇന്ന സൂക്തം എന്നെ സ്വാധീനിച്ചു പറയാൻ കഴിയണം. വിശുദ്ധ ഖുർആനിന്റെ ആസ്വാദനം എന്നത് അതാണ്. ആ തലത്തിലേക്ക് വരണം. അള്ളാഹു അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.